ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ പരീക്ഷണ വസ്തു നൂഡിൽസാണ്. വലിയ പണിയൊന്നുമില്ല, സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എന്നെ കാണുന്ന മിക്ക ആളുകൾക്കും നേരത്തെ ഇതിനെക്കുറിച്ച് അറിയായിരിക്കും അല്ലേ? സത്യം പറഞ്ഞാൽ ഈ നൂഡിൽസ് വെച്ചിട്ട് ഇങ്ങനെ ഒരു ഐറ്റം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാനിപ്പോഴാണ് അറിയുന്നത് കേട്ടോ. ഇപ്പം ഞാനിങ്ങനെ അറിയുമെന്ന് ചോദിച്ചാൽ, ഞാൻ ഇങ്ങനെ വാട്സപ്പിൽ സ്റ്റാറ്റസ് നോക്കുന്ന സമയത്ത് ഒരാളിങ്ങനെ എൻ്റെ വാട്സപ്പിൽ ഇങ്ങനെ സ്റ്റാറ്റസ് ഇട്ടേക്കുന്നതാണ് ഞാൻ കണ്ടത്. അപ്പം ഞാൻ നോക്കുന്ന സമയത്ത് എൻ്റെ കൂടെ ബദ്രുട്ടനും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇപ്പോഴാണ് ഇങ്ങനൊരു സംഭവം ഈ നൂഡിൽസ് വെച്ചിട്ട് ബോൾസ് ഉണ്ടാക്കിയെടുക്കാമെന്ന് അപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ തന്നെ ബദ്രൂട്ടൻ പറഞ്ഞു, അമ്മ എനിക്കിത് ഉണ്ടാക്കി തരണേന്ന്. അങ്ങനെ ബദ്രൂട്ടൻ മാത്രമല്ല, ഇത് കണ്ടപ്പോൾ എനിക്കും തോന്നി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചത് ഇത് പുതിയ ഏതോ ഐറ്റം ആണെന്ന്. ഞാനപ്പോൾ തന്നെ ഇത് യൂട്യൂബിൽ നോക്കിയായിരുന്നു. അപ്പോൾ ഇതെന്താ വർഷങ്ങൾക്ക് മുന്നേ ആളുകളിത് പരീക്ഷിച്ച് നോക്കിയ സാധനമാണ്. ഞാൻ എന്തുകൊണ്ട് ഇത് നേരത്തെ അറിഞ്ഞില്ല എന്നാണ് ഞാനപ്പോൾ ചിന്തിച്ചത്. ഞാൻ എവിടെ ആയിരുന്നു ഇത്രയും കാലം? ദൈവമേ, ഞാൻ വല്ല കാട്ടിലുമായിരുന്നോ? സാധാരണയായിട്ട് ഞാൻ ചെയ്യുന്നത്, നമ്മൾ ഈ നൂഡിൽസ് വാങ്ങി വേവിച്ചിട്ട് അതിനകത്ത് വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ട് മുട്ടയൊക്കെ ചിക്കി അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അല്ലാതെ നമ്മൾ മറ്റേ മാഗി നൂഡിൽസ് ഇല്ലേ, ഇൻസ്റ്റൻ്റായിട്ട് കിട്ടുന്നത്, അത് നമ്മൾ വെജിറ്റബിൾസ് ഒന്നും ഇല്ലാണ്ട് അല്ലാതെ അതിൻ്റെ മസാല മാത്രം ഇട്ടിട്ട് അങ്ങനെ വേവിച്ച് കഴിച്ചിട്ടുണ്ട്. പിന്നെ വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ചിക്കനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കഴിച്ചിട്ടുണ്ട്. ചിക്കൻ ഇടുന്നത് ഭയങ്കര വെറൈറ്റി ആണെന്നല്ല, അങ്ങനെ പല ഐറ്റംസ് ഇട്ട് കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനൊരു സാധനം ആദ്യമായിട്ട് കാണുന്നു, കേൾക്കുന്നു, ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നു, ആദ്യമായിട്ട് കഴിക്കാൻ പോകുന്നു. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനെടുത്ത ഐറ്റംസ് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാമേ. ക്യാരറ്റ്, ക്യാപ്സിക്കം, സവാള, ഇത്രയാണ് ഞാൻ എടുത്ത വെജിറ്റബിൾസ്. ക്യാബേജ് ഉള്ളവർക്ക് ക്യാബേജും കൂടി ഇട്ടാം. കുറച്ച് കടലമാവ്, കുറച്ച് മുളക് പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് മല്ലിയില, ഉപ്പിടണം കേട്ടോ. ഇത്ര ഐറ്റംസ് ഇട്ടിട്ട് ഒരു ബോൾസ് ആകാൻ പാകത്തിന് നന്നായിട്ട് കുഴച്ച് വെക്കണം. ആ ബോൾസിനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദയും കൂടെ നമുക്ക് കലക്കി വെക്കാം. എൻ്റെ കയ്യിൽ കോൺഫ്ലോർ ഇല്ലാത്തത് കൊണ്ടാണ്. കോൺഫ്ലോർ ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നതായിരിക്കും നല്ലത്. അങ്ങനെ മൈദയും കലക്കിയെടുത്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ കുറച്ച് വേവിക്കാതെ മാറ്റി വെച്ചേക്കണം കേട്ടോ. നമ്മൾ ഈ ബോൾസിൽ നമ്മളൊന്ന് മുകളിലൊന്ന് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടൊരു നമ്മൾ കഴിക്കുമ്പം ഒരു കറുമുറ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഇനി ഈ ബോൾസ് എല്ലാം നമുക്ക് എണ്ണയിലിട്ട് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിത് ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ബദ്രൂട്ടൻ സ്കൂളിലാണ്. അപ്പം അവൻ അറിഞ്ഞിട്ടില്ല ഞാനിത് ഉണ്ടാക്കുന്ന കാര്യം. വരുമ്പം ആശാനൊരു സർപ്രൈസ് കൊടുക്കുകയാണെന്നാണ് വിചാരിച്ചത്. ഇത് നമുക്ക് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ നൂഡിൽസ് വെന്തതാണ്, നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചതാണ്. അപ്പോൾ ഒരുപാടിട്ട് കഴിക്കുകയൊന്നും വേണ്ട. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്കിത് എടുക്കാം. ഇതൊക്കെ ഞാൻ ചെയ്ത് വെച്ചിട്ട് ഞാൻ ബദ്രൂട്ടിനെ വിളിച്ചുകൊണ്ട് വരാൻ പോയായിരുന്നു ഇടയ്ക്ക് വെച്ചിട്ട്. അവനെ വിളിച്ചുകൊണ്ട് വന്ന് ഫ്രഷ് ആവാൻ പറഞ്ഞിട്ട് ആണ് ഞാനിതെല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്നത്. അതായത് ഇതെല്ലാം റൗണ്ടിൽ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കണമല്ലോ, നമ്മൾ കൊടുക്കുമ്പോൾ ആകർഷകമാക്കണം. അപ്പം ആ വീഡിയോയിൽ അങ്ങനെയാണ് കണ്ടത്. അപ്പോൾ അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ ഫ്രഷ് ആവുന്ന നേരത്ത് ഞാനിത് എല്ലാം റൗണ്ടിലൊക്കെ വെച്ച് നടുക്ക് ടൊമാറ്റോ സോസൊക്കെ എടുത്ത് വെച്ച് കുറച്ച് കട്ടൻ ചായയും കൂടി ഇടുന്നുണ്ട് ഇതിൻ്റെ കൂടെ കുടിക്കാൻ വേണ്ടിയിട്ട്. ബദ്രൂട്ടൻ ഫ്രഷായിട്ട് അവനൊരു പുതിയ ആട്ടോ കിട്ടിയായിരുന്നു. അപ്പോൾ ഞാൻ ഈ നൂഡിൽസ് വാങ്ങാൻ പോയപ്പോഴേ അവനൊരു ആട്ടോ മേടിച്ചു കൊടുത്ത്. അപ്പോൾ അതും കൊണ്ട് അവിടെ നിന്ന് കളിക്കുവാണ് ആശാൻ. അപ്പോൾ അവൻ്റെ എക്സ്പ്രഷൻ നോക്കുന്നു. അവൻ ഹാപ്പിയായി, ഞാനും ഹാപ്പിയായി. സന്തോഷം കൊണ്ട് അവൻ എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തരുന്നുണ്ട്. ഈ നൂഡിൽസ് വാങ്ങാൻ പോയ ദിവസം അന്ന് വൈകിട്ട് എന്നോട് പറഞ്ഞതാണ് അന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ. അപ്പോൾ അന്ന് എനിക്ക് ഭയങ്കര മടിയായിരുന്നു. ഞാൻ പറഞ്ഞു, മോനെ നമുക്ക് നാളെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആശാൻ അറിയായിരുന്നു എന്തെങ്കിലും ഉണ്ടാക്കുമെന്ന് അറിയായിരുന്നു. പക്ഷേ ഇയാൾ സ്കൂളിലൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേനും അതിൻ്റെ കാര്യം എന്താ മറന്നതായിരിക്കും. അപ്പോൾ കണ്ടപ്പോഴേ ഓടി വന്ന് അമ്മ ഉണ്ടാക്കിയോ എന്ന് ചോദിച്ചിട്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടുന്ന് കഴിക്കുവാണ്. സ്കൂളിലെ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ. കൊള്ളായിരുന്നു. അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു, പുറത്ത് നമ്മളായിട്ടത് നല്ല കറുമുറ കേൾക്കുന്നുണ്ടായിരുന്നു. സമ സോസിൽ മുക്കി കഴിക്കുമ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അല്ലാതെയും കഴിക്കാം. ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ കേട്ടോ. ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ സാധനമാണ്. കൊള്ളാം. അപ്പം ഇന്നത്തെ വൈകുന്നേരത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അങ്ങനെ ബദ്രൂട്ടിന് പറയാനുള്ള കഥകളൊക്കെ കേട്ട് ഞങ്ങളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക.
അപ്പോൾ നമുക്ക് പിന്നെ കാണാം, അടുത്ത വ്ളോഗിൽ കാണാം. അപ്പോൾ ടാറ്റാ.